ഹായ് ഹലോ. ഇന്ന് നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ. അതിന് മുമ്പായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ളത് പുട്ടും അതുപോലെ തലേന്ന് ചിക്കൻ കറി ഉണ്ടായിരുന്നേ, പിന്നെ നെയ്ച്ചോറും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നെയ്ച്ചോറ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേന്നത്താണ് കേട്ടോ. അതുമ്മ ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ കട്ടൻ ചായയും പിന്നെ പുട്ടും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ പുട്ട് കഴിക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ പുട്ടുണ്ടാക്കൽ ഇപ്പോൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ അടുത്ത് വരുമ്പം കഴിക്കുന്ന ആ ഒരു പുട്ടിന് സ്വാദ് കൂടുതലായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു 8 മണിയാകുമ്പോഴേക്കും എല്ലാവരും മാറ്റി സെറ്റായിട്ട് നമ്മൾ മൂത്തമ്മൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. മൂത്താപ്പൻ്റെ വീട്ടിലേക്ക് അവിടെ പോയിട്ട് കല്യാണം കൂടാൻ പോവാണ്. അപ്പോൾ ഒരു ബ്രദറിൻ്റെ കൂടെ ഞാനും മക്കളും, ഒരു ബ്രദറിൻ്റെ കൂടെ ഉമ്മിയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കല്യാണപ്പുരയിലെത്തി. അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് പെണ്ണിന് നിക്കാഹ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടി സെറ്റായിട്ട് കാറിൽ പിന്നെ പോകുമായിരുന്നു. പോകുന്നതിൻ്റെ ഇടയിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നിർത്തി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. ലാസ്റ്റ് നമ്മൾ പെണ്ണിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടല്ല കല്യാണം, ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെക്കൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി മഹറ് കെട്ടാണ്ട്. അപ്പോൾ അവളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് അവരെല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാനിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചെക്കൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ പെണ്ണിൻ്റെ എൻട്രി ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി മ്യൂസിക്കും സോങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്ലേ ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ അവൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെണ്ണിൻ്റെ എൻട്രിയും നിക്കാഹിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടോ. ഇവൻ ശരിക്കും ട്വിൻസാണ്. ഇവൻ്റെ കൂടെ ഒരാളൂടെ ഉണ്ട്. ഓനിപ്പോൾ ഗൾഫിലാണ്. അവൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവൻ്റെ കല്യാണം ഉണ്ടാവും. അങ്ങനെ പിന്നെ ഇവൻ്റെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ അങ്ങനെ എൻ്റെ മുത്തപ്പൻ്റെ മോനാണ് കേട്ടോ, ഉപ്പാൻ്റെ ഏട്ടൻ്റെ മോനെ. അങ്ങനെ അവൻ്റെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് നിക്കാഹിച്ച് നേരെ വീട്ടിൽ പോകുന്നത് കേട്ടോ. പിന്നെ വൈകുന്നേരം ഒരു 4 മണി ആയ സമയത്താണ് നമ്മൾ നേരെ പോരുന്നത്. പെണ്ണിനെയും ചെക്കനെയൊക്കെ കൊണ്ടിട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. അങ്ങനെ അവർ വന്നതിന് ശേഷം നമ്മൾ കുറച്ച് വൈകുന്നേരമായി, കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 3 കിലോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.